നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അമേരിക്കൻ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ശനിയാഴ്ച ഇസ്രയേലിനു നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് യമനിലെ ഹൂത്തി വിമതരും യുദ്ധത്തിൽ ഔദ്യോഗികമായി പങ്കുചേർന്നിട്ടുണ്ട്. ഹൂത്തികൾ വിട്ട ഒരു മിസൈൽ ഇസ്രയേൽ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തു എങ്കിലും ചെങ്കടൽ മേഖല യുദ്ധക്കളമാകുമെന്ന ഭീതി ശക്തമായിരിക്കുകയാണ്. ഇറാനും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെയുള്ള ആക്രമണം നിർത്തുന്നത് ഇതുവരെ ഇസ്രയേലിനെതിരായ നടപടികൾ തുടരുമെന്നാണ് ഹൂത്തികളുടെ പ്രഖ്യാപനം. നേരത്തെ തന്നെ ലെബനീസ് സംഘടനയായ ഹിസ്ബുള്ളയും യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. ഇസ്രയേൽ ലെബനനിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇതിനോടകം തന്നെ 1100ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. അമേരിക്ക നേരിട്ട് ഇടപെട്ടാൽ ഹൂത്തികളെ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാന്റെ ഭീഷണി. 2023 ഗാസ യുദ്ധ സമയത്തും പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചിരുന്നു. യമൻ തീരത്ത് തന്ത്രപ്രധാനമായ ബാബ് അൽ മാൻഡൻ കടലിടുക്ക് ലക്ഷ്യമിട്ടാണ് ഹൂത്തികളുടെ നീക്കവും. ഇതിനോടകം തന്നെ ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചത് മൂലം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 50% ഉയർന്നിട്ടുണ്ട്. സുയസ് കനാൽ ഉൾപ്പെടുന്ന ചെങ്കടൽ പാത കൂടി പ്രതിസന്ധിയിലായാൽ ലോകം വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരും. ആഗോള വ്യാപാരത്തിന്റെ 12% നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഹ്രസ്വമായ ചരക്കു പാത കൂടിയാണ് ഇത്. ഇറാനു നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കും വരെ ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികളുടെ പ്രഖ്യാപനവും. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘം ഹിസ്ബുള്ള നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. എന്തായാലും ഇറാനിൽ US കരയുദ്ധത്തിന് ഇറങ്ങിയേക്കുമെന്ന അഭ്യൂഹം കൂടി ശക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഹൂത്തികളെ ഉപയോഗിച്ച് ചെങ്കടലിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. 2023 ഗാസയിൽ ഇസ്രയേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള സകല കപ്പലുകളെയും ആക്രമിച്ചിരുന്നത്. യമൻ തീരത്തെ ബാബ് അൽ മാഡിൻ കടലിടുക്കിനും അതായത് ഈ ശത്രുചാര്യങ്ങളെ കപ്പലുകളും ഹൂത്തിയെല്ലാം ലക്ഷ്യമിട്ടിരുന്നു. എന്തായാലും ചെങ്കടലിലേക്ക് യുദ്ധം പടർന്ന ഈ സൂയസ് കനാൽ പ്രതിസന്ധിയിൽ പരിണമിച്ചാൽ ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകാനേ തരമുള്ളൂ. ഏഷ്യയെയും യൂറോപ്പിനെയും സംബന്ധിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയായ സൂയസ് ആഗോള ചരക്കു നീക്കത്തിന്റെ 12% ഇതിലൂടെയാണ് നടക്കുന്നതാണ്.